ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡെലീഷ്യസ് ഡിഷസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴവും ബ്രെഡൊക്കെ ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഞാൻ കുറച്ച് നെയ്യൊക്കെ തടവി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തു വെച്ചിട്ടുള്ള 3 നേന്ത്രപ്പഴം ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് ഈ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നല്ല ചെറിയ കഷ്ണങ്ങളായിട്ടൊന്നല്ല, അത്യാവശ്യം നല്ല വലിപ്പമുള്ള കഷ്ണങ്ങളാക്കിയിട്ട് തന്നെയാണ് കേട്ടോ ഇതൊക്കെ അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഞാൻ 3 പഴം ഒന്ന് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. ഇപ്പോൾ എല്ലാ പഴവും ഞാനിതിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇഡ്ഡലി തട്ടിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് വേവിച്ചെടുക്കാം. 6 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു ഫോർക്ക് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഈ ചൂടോട് കൂടി തന്നെയാണ് ഞാൻ ഉടച്ചെടുക്കുന്നത്. ഞാനൊരു ഫോർക്ക് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഉടച്ചെടുക്കുന്നത്. അപ്പോൾ നല്ലോണം ഉടച്ച് കട്ടകളൊന്നും ഇല്ലാണ്ട് ഉടച്ചെടുക്കാം. നല്ലോണം പഴുത്ത പഴാന്നുണ്ടെച്ചെങ്കിൽ വേഗം തന്നെ വെന്ത് കിട്ടും. അപ്പോൾ പഴുപ്പ് കുറവായ കാരണം ഒരു 6-7 മിനിറ്റൊക്കെ എടുത്തു കേട്ടോ. അപ്പം ഇത് നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഒട്ടും കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല ഫൈനായിട്ട് ഇത് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് 1 കപ്പ് തേങ്ങയാണ്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ബൗൾ നിറച്ചും തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള അത്രയും പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാൻ ഇങ്ങനത്തെ ഒരു വലിയ ടീസ്പൂണിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നല്ല മധുരമുള്ള പഴമെന്നുണ്ടെങ്കിൽ ഇത്രയും പഞ്ചസാരയുടെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ പറഞ്ഞിരുന്നല്ലോ, എൻ്റെ പഴം ഇത്തിരി പഴുപ്പ് കുറവായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. അപ്പം ഞാൻ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ പഴവും തേങ്ങയൊക്കെ കൂട്ട് നല്ലോണം ഒന്ന് മിക്സായി കിട്ടണം. അപ്പം അതുവരെ ഒന്ന് നല്ലോണം കുഴച്ച് എടുക്കാം. അപ്പം നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ബോൾസ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അത്രയും വലുപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ എല്ലാം ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഇങ്ങനെ ഈ മിക്സ് മുഴുവനായിട്ട് ഞാൻ ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാ ബോൾസും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് വെള്ളവും അതുപോലെ തന്നെ ബ്രെഡുമാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഒന്ന് കവർ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബ്രെഡ് എടുത്തിട്ട് ഈ വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്വീസ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു ബോൾ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് ഒരു ബോളാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ബ്രെഡിൻ്റെ ബ്രൗൺ കളറുള്ള ഭാഗമൊന്നും കളയേണ്ട ആവശ്യമില്ല. അതോട് കൂട്ടി തന്നെയാണ് ഞാൻ ബോളാക്കിയിട്ട് എടുക്കുന്നത്. ഇനി ഇതൊന്ന് റൗണ്ട് ചെയ്തിട്ട് സ്ക്രാച്ച് ഒന്നും ഇല്ലാത്ത രീതിയിൽ, പൊട്ടലൊന്നും ഇല്ലാത്ത രീതിയിൽ ഞാനിതൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്താൽ തന്നെ നമുക്കിങ്ങനെ ഒരു ബോളാക്കിയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. വളരെ ഈസിയാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഒരു ബോൾ നമുക്കിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളത് കൂടി ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള എല്ലാ ബോൾസും ഇപ്പോൾ ഈ ബ്രെഡിൽ ഒന്ന് കവർ ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിൻ്റെ കൂടെ ആവശ്യമുള്ളത് മുട്ടയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. അത് പൊട്ടിച്ചിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
ഇനി ഞാൻ ഇതിൽ നിന്ന് ഒരു ബോൾ എടുത്തിട്ടുണ്ട്. ഇത് ആദ്യം ഈ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബ്രെഡ് ക്രംസിൽ നല്ലോണം കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് മുട്ടയുടെ മഞ്ഞയിലൊന്ന് മുക്കിയെടുക്കാം. അതിനുശേഷം ഈ ബ്രെഡ് ക്രംസിൽ ഒന്നും കൂടി കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് കൂടി ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ ബോൾസും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓയിൽ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഓയിൽ നല്ലോണം ചൂടായി വരുമ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം ഒന്നും വേവാനില്ല. ഓൾറെഡി നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുള്ള പഴമാണ് ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വേഗം തന്നെ ആയി കിട്ടും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 ഭാഗം ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പുറം ഭാഗം കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 ഭാഗം ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു ഭാഗം ബ്രൗൺ കളറായി വരുമ്പോൾ ഞാൻ ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗം കൂടി ഒന്ന് ബ്രൗൺ കളറായിട്ടുണ്ട് ചെയ്ത് നമുക്കിതൊന്ന് കോരി മാറ്റാം. അങ്ങനെ എല്ലാ ബോൾസും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്നും ജസ്റ്റ് കട്ട് ചെയ്ത് കാണിക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ. അത് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ കണ്ടില്ല ആവി പോകുന്നത്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്വീറ്റ് ആയിട്ടുള്ള നമ്മളെ റെസിപ്പി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, പുറം ഭാഗം നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ ഉൾഭാഗം നല്ല സോഫ്റ്റുമാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ ഇനിയും പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി ഇതുപോലത്തെ നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.